എനിക്കൊരാഗ്രഹം. എന്ത് നിന്റെ ആഗ്രഹം? നിന്റെ ആഗ്രഹം നടത്തി തരാൻ ഞങ്ങൾ എല്ലാരും ഇവിടെ റെഡിയാണ്. അതെ, നിനക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് മതി ഞാൻ ഷൂട്ടിംഗ് ഒക്കെ. ആഗ്രഹം എന്ന് പറയുമ്പോൾ ഇതൊരു ചോദ്യമാണ്, അതൊരു സംശയമാണ്. നിങ്ങൾ എനിക്കത് കറക്റ്റ് ചെയ്ത് തരണം. വലിയ വിശേഷമുള്ള ചോദ്യങ്ങളാണോ? അല്ലല്ല, വെരി സിമ്പിൾ, വെരി ഈസി, സിമ്പിൾ. ചേട്ടാ ഇത്രയേ ഉള്ളൂ. കണ്ണും മൂക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വടേക്കാട് അജയൻ ചേട്ടനും പറയാം. കണ്ണുകൊണ്ട് കാണാൻ പറ്റും, മൂക്കൊണ്ട് കാണാൻ പറ്റും, മണക്കാൻ പറ്റും. മണക്കാൻ പറ്റും. അല്ലെങ്കിൽ അതുപോലെ കണ്ണിന് മൂക്ക് കാണാം, മൂക്കിന് കണ്ണ് കാണാൻ പറ്റില്ല. കണ്ണിന് മൂക്ക് കാണാം, കറക്റ്റ് അല്ലേ? മൂക്കിന് കണ്ണ് കാണാൻ പറ്റില്ല. നല്ല ഉത്തരവാണ്, അടിപൊളിയാണ്. അതല്ലേ ഉദ്ദേശിച്ച ഉത്തരം? അതായത് ഉത്തരമല്ല, അതായത് ഇത് ശാസ്ത്രീയമായിട്ട് കണ്ണിന് മൂക്ക് കാണാം. നമ്മുടെ മൂക്ക് 24 മണിക്കൂർ നമ്മൾ കാണുന്നുണ്ട്, നമ്മുടെ ബ്രെയിൻ അത് ഇഗ്നോർ ചെയ്യുന്നതാണ്. നിങ്ങൾ ഇങ്ങനെ നോക്കൊന്നും വേണ്ട മൂക്ക് കാണാൻ. നിങ്ങളിത് ഞാൻ പറഞ്ഞതിന് ശേഷം നിങ്ങൾ മുന്നിലേക്ക് നോക്കുമ്പോൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മൂക്ക് അവിടെ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ മൂക്ക് ഇഗ്നോർ ചെയ്യുന്നതാണ്. നമ്മുടെ ഈ പരിണാമത്തിൽ നമ്മുടെ മുഖം പരന്നതായതുകൊണ്ട് നമുക്ക് നേരിട്ട് കാണാം. മുഖം കഴിഞ്ഞ് മുന്നിലേക്ക് സ്പേസ് ഉള്ള എല്ലാ ജീവികൾക്കും സൈഡിലാണ് കാണുന്നത്. നിങ്ങൾ പട്ടിയെ കണ്ടോളൂ, സൈഡിലാണ് കാണുന്നത്. പക്ഷെ മൂങ്ങയ്ക്ക് നേരെയാണ് കണ്ണിരിക്കുന്നത്. കാരണം മൂങ്ങയ്ക്ക് മൂക്കിന്റെ പ്രശ്നമില്ല, ബാക്കി എല്ലാ പക്ഷിക്കും ഇവിടെയാണ് കണ്ണിരിക്കുന്നത്. ഇങ്ങനെ കാണുള്ളൂ, സൈഡിൽ വെച്ച് കൊടുക്കും. മുഖം നേരെയുള്ള ജീവികൾക്ക് നേരെ കണ്ണും, ബാക്കി മുഖം കഴിഞ്ഞ് മുന്നിലോട്ട് മൂക്കുള്ള എല്ലാ ജീവികൾക്കും സൈഡിൽ കണ്ണുമായിട്ടാണ് ഫിറ്റിംഗ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇത് നമുക്ക് കാണാം. വേണമെങ്കിൽ ഇത്തരത്തിൽ നിന്റെ ഉത്തരം എന്താണെന്ന് എനിക്കറിയാം. അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഒരു കണ്ണാടി ഇല്ലാതെ നമുക്ക് കാണാൻ പറ്റാത്ത നമ്മുടെ ഒരേ ഒരു അവയവം ചെവിയാണ്. നമുക്ക് നമ്മുടെ ചെവി കാണാൻ പറ്റില്ല. ഒരു കണ്ണാടി ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ബാക്കി എല്ലാ അവയവവും നമുക്ക് ശ്രമിച്ചാൽ കാണാം. കഴുത്ത് കാണാൻ പറ്റില്ല. കഴുത്തൊരു അവയവമാണ്. ചിലർക്ക് ചെവിയില്ലെങ്കിൽ ഒന്നും കാണാൻ പറ്റില്ല, കാരണം ഗ്ലാസ് വയ്ക്കുന്നത്. കണ്ണ് കാണാത്തവരുണ്ടാവും, പക്ഷെ മൂക്ക് കാണാത്തവരില്ലല്ലോ. ശരി, ഞാൻ പറയാം. ഇത് കുറച്ച് ഇമോഷണൽ ആണ് ചേട്ടാ. ചിലപ്പോ ഇത് ചീഞ്ഞു പോയിട്ട് നീ ഇമോഷണൽ ഇവിടെ നിന്ന് കരേണ്ടി വരും. ഞാൻ ആ റിസ്ക് എടുക്കാൻ തയ്യാറാണ് ചേട്ടാ. നമ്മുടെ കണ്ണ് നിറയുമ്പോ ആ കണ്ണീരൊപ്പാൻ 1000 പേര് വരും. പക്ഷെ മൂക്ക് നിറഞ്ഞാല് അത് ആ മൂക്ക് നീരൊപ്പാൻ ആരെങ്കിലും വരുമോ? നല്ല കമ്മലും ഇത്രയും നല്ല കറുപ്പ് രസമുള്ള ഒരു ഉടുപ്പ് മാലാഖയുടെ ലുക്കുമായിട്ട് നിന്നിട്ട് ഈ മൂക്കട്ടയുടെ കോമഡി നീ പറയൂ നമ്മൾ വിചാരിക്കുന്നില്ല. സത്യമായിട്ടോ, ഞങ്ങൾ ആ പ്രദേശത്ത് കിടന്ന് ചിന്തിച്ചില്ല. നിന്റെ ഇപ്പോഴത്തെ ലുക്കും ഞങ്ങളുടെ മൂക്ക് പറഞ്ഞ വരില്ലേ, പക്ഷെ ഡയനയുടെ മൂക്ക് പറഞ്ഞ ചിലപ്പോ പലരും വരും. ഒരുപാട് പേര് വരും. അതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ ശരിയാണ് ഈ പറഞ്ഞത് കറക്റ്റാണ്. ഞാൻ കോഴിക്കോട് ഭാഗത്തൊരു പരിപാടി കൊടുത്തു. അപ്പൊ മലയാളത്തിലെ ഒരു സിനിമാ നടിയുടെ ഡാൻസാ, ആളുടെ പേര് പറയണില്ല, സിനിമാ നടിയുടെ ഡാൻസാ. അപ്പൊ ഈ ഡാൻസിന്റെ ഇടയ്ക്ക് പുള്ളിക്കാരത്തി ഈ മുകളിലിട്ടിരിക്കുന്ന ഡ്രസ്സ് മാറുന്നുണ്ട്, വേറെ ഡ്രസ്സായിട്ട് വരുന്നത്. അപ്പൊ അതിന് ഈ സൈഡിൽ ഗാലറി ഉണ്ട്, ഇങ്ങനെ 2 സൈഡിൽ ഗാലറിയുടെ സൈഡിൽ നിന്നാൽ അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാറാം. അത് അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല, പെട്ടെന്നാണ് മാറിയിട്ട് അങ്ങോട്ട് കയറുന്ന കാര്യമുള്ളൂ. അപ്പൊ ഇവരിത്തിരി ഓഡിയൻസ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേജിന്റെ സൈഡിലേക്ക് ഒന്നും കൂടി മാറി. അവിടെ വെറുതെ ടർപ്പായ മാത്രമേ ഉണ്ടായുള്ളൂ. ഒരു 6 അടി പൊക്കം ഉണ്ടായിരുന്നു സ്റ്റേജിന്, നേരെ താഴത്തേക്ക് പോയി. ഈ ഡാൻസ് കളിച്ചിരുന്ന ആൾ നേരെ താഴത്തേക്ക് പോയി. അപ്പം ഇവിടെ നിൽക്കുന്ന എല്ലാവരും കമ്മിറ്റിക്കാർ ഞങ്ങളൊക്കെ ഞെട്ടി, ഇതെന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ഞെട്ടി നിൽക്കുന്ന സമയത്ത് ഇവർ എയറിൽ പൊങ്ങി വരുന്നു. ഫ്രണ്ടിലിരുന്ന ആൾക്കാർ ഇത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവരെയാണല്ലോ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അവർ നോക്കിയിരുന്നപ്പോൾ ഇവര് വീഴുന്നത് അവർ കണ്ടു. ഓടി വന്നിട്ട് എല്ലാവരോടും പൊക്കിയെടുത്ത് സ്റ്റേജിലേക്ക് വെച്ചു. കർത്താവ് ഉയർത്ത് പൊങ്ങി വന്നു അവരെ പൊക്കിയെടുത്ത്. പെൺപിള്ളേരായോണ്ട് കൊള്ളാം. ആണുങ്ങളെങ്ങാൻ ആയിരുന്നെങ്കിൽ അവൻ അവിടെ കിടന്ന് കൊഴുത്ത് അരിച്ച് എന്ത് പാടുപെട്ടേനെ. അങ്ങനെ എന്തെങ്കിലും അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ പരിപാടികൾ ചെയ്യുന്നതിനിടയ്ക്ക്? എവിടുന്നാ? ഇതുപോലുള്ള സ്റ്റേജിൽ ഞങ്ങളൊക്കെ പൊക്കിയെടുത്ത് കൊണ്ടുപോയി. ഞങ്ങളെ പൊക്കിയെടുത്ത് കൊണ്ടുപോകത്തേ ഉള്ളു. അത് നമ്മുടെ സമ്മതം നാരി നാരി എന്നുള്ള പാട്ട് പാടും എന്റെ കൂട്ടുകാരൻ. അപ്പം പാടുമ്പോ കോഡ്ലെസ് മൈക്കുമായിട്ട് അവൻ കുറച്ച് കഴിഞ്ഞപ്പോ പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. അപ്പൊ ഞങ്ങൾ സൈഡിൽ നോക്കുമ്പോ അവൻ പുറത്ത് നടന്ന് പാടുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ആൾക്കാരുടെ തോളത്തെടുത്ത് വെച്ചിട്ട് ഇവൻ നാരി നാരി പാടുന്നു. ഇവന്റെ തോളത്തെടുത്ത് വെച്ചോണ്ട് നടക്കും ഇവനെ പാട്ടിന് വേണ്ടിയിട്ട്. ഭയങ്കര രസമൊക്കെ ഉണ്ട്. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഇവൻ നാരി 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 ഇങ്ങനെ ഒരു ടോൺ വരുന്നെന്ന് വെച്ചാൽ ആരോ ഇവനെ തോളത്തെടുത്ത് വെച്ചിട്ട് ഇവന്റെ തുടക്കിട്ട് കിള്ളുക. തൊടയിൽ ഇങ്ങനെ കിള്ളിയിട്ട് ഇവനൊന്നും ചെയ്യാനും പറ്റുന്നില്ല. എടുത്ത കൂട്ടത്തിൽ ഒരുത്തൻ ഇടയ്ക്കിടയ്ക്ക് ബാക്കിൽ കിളിയാക്കുക, ഇത് കിള്ളുക, എങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിട്ടാണ് നാരി നാരി ഇറങ്ങി വന്നത്. Once upon a time, once upon a time.